വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ പ്രതിപക്ഷ അനുകൂല സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുകയാണ്. CPI അനുകൂല സർവീസ് സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമായതോടെ പലയിടത്തും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. എന്നാൽ സെക്രട്ടേറിയറ്റിൽ 75% ജീവനക്കാരും ജോലിക്കെത്തിയിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിൽ സമരാനുകൂല സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കണ്ണൂർ മുൻ ADM K നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും പണിമുടക്കിന്റെ ഭാഗമായി. CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലും കോൺഗ്രസ് അനുകൂല സംഘടനയായ സെറ്റയുമാണ് പണിമുടക്കിന് നേതൃത്വം നൽകിയത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, DA കുടിശ്ശിക നൽകുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും സമരം സാരമായി ബാധിച്ചു. ജോയിന്റ് കൗൺസിൽ ജീവനക്കാർ സമരത്തിനിടെ സെക്രട്ടേറിയറ്റ് സൗത്ത് ഗേറ്റ് അടച്ചിട്ടു. പണിമുടക്കത്തിൽ നമ്മൾ എത്രയോ പണിമുടക്കൾ നേരിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്കും അല്ല കൂട്ടായും പണിമുടക്കൾ നേരിട്ടിട്ടുണ്ട്. ഇത്തരം ഭീഷണികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എസ്മ ഉൾപ്പെടെ പ്രയോഗിച്ചിട്ടുണ്ട്. 32 ദിവസം നമ്മൾ പണിമുടക്കം നടത്തി. നമ്മളെല്ലാം അറസ്റ്റ് ചെയ്ത്, ഞാൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് പലപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം സമരങ്ങളെയൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല, അത്ര ഇടപെടലൊന്നും ഭയപ്പെടുന്നില്ല. സെക്രട്ടേറിയറ്റിൽ 74% ജീവനക്കാർ ജോലിക്കെത്തി. ആകെ 4700 ജീവനക്കാരിൽ 3648 പേർ സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് ഹാജരായി. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് LP സ്കൂളിൽ മുഴുവൻ അധ്യാപകരും സമരത്തിലായതിനാൽ സ്കൂളിന് ഇന്ന് അവധി നൽകി. സെക്രട്ടേറിയറ്റിലേക്ക് സമരക്കാർ മാർച്ച് നടത്തി. കളക്ടറേറ്റുകൾക്ക് മുന്നിലായിരുന്നു മറ്റ് ജില്ലകളിലെ സമരം. കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ സമരക്കാർ കെട്ടിയ പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. കോൺഗ്രസ് CPI സർവീസ് സംഘടനകളുടെ സമരത്തിന് കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ പിന്തുണ. NGO യൂണിയന്റെ സജീവ പ്രവർത്തകയായിരുന്ന മഞ്ജുഷ ഇന്ന് ഹാജരാകില്ല എന്ന് കാട്ടി ADMന് കത്ത് നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.